എങ്ങനെ നോക്കിക്കാണുന്ന അല്ല, അതിപ്പോ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ പൊന്നാനിയിലും മലപ്പുറത്തും അതുപോലെ വടകരയിലും ഒക്കെ കണ്ട ഒരു പ്രതിഭാസമാണ്. ഇടത് സ്ട്രോങ് ആയിട്ടുള്ള ബൂത്തുകളാണ്. ഞങ്ങളെ വിശകലനം ചെയ്ത് നോക്കുമ്പോൾ വോട്ട് വരാത്തത്. അപ്പോൾ വൻതോതിൽ ഇടതുപക്ഷ വോട്ടുകളും BJP വോട്ടുകളും ഈ തവണ ഇറങ്ങിയിട്ടില്ല. അത് കാരണമാണ് ഈ പെർസെൻറ്റേജ് കുറവ് എന്നുള്ളത് റിസൾട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. മലപ്പുറത്ത് 3 ലക്ഷത്തിലധികം ഭൂരിപക്ഷം ഈ പ്രാവശ്യം ആരും പ്രതീക്ഷയില്ല. പൊന്നാനിയിൽ 2.5 ലക്ഷത്തിൻ്റെ മേധാരും പ്രതീക്ഷയില്ല പോളിംഗ് ശതമാനം വെച്ചിട്ട്. വടകരയിൽ UDF തോറ്റു എന്നാണ് പറഞ്ഞത്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ കണ്ടില്ലേ. അതേപോലെ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം എങ്ങനെ വന്നാലും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനല്ല, ആരെ നോക്കിയിട്ട് കാര്യമില്ല. ഇത് നോക്കിയിട്ട് കാര്യമില്ല, ഓടി എത്തൂല എന്നുള്ള ഒരു ധാരണ LDFനും BJPക്കും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ കുറവാണ്. ഇത് നോക്കിയിട്ട് കാര്യമില്ല, ആർക്കായി നോക്കണ്ട എന്ന് പറഞ്ഞാൽ അവർ വിട്ടുകളഞ്ഞതാണ്. അതിന്റെ ലക്ഷണമാണ് ഈ കാണുന്നത്. തെരഞ്ഞെടുപ്പ് ദിവസം ഓരോരോ ബോംബ് പൊട്ടിക്കൽ അവരുടെ ഒരു രീതിയാണെന്നാ തോന്നുന്നത്. ഇതിപ്പോ ആദ്യമല്ല. ഇടയ്ക്കിടയ്ക്ക് എല്ലാ ഇലക്ഷനും വരുമ്പോ അന്നൊരു ബോംബ് ഉണ്ടാവും. കഴിഞ്ഞ ഇലക്ഷനുകളിലൊക്കെ ഉണ്ട്. 1-2 EP പൊട്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വടകര അന്ന് VS പോയ ആ കാഴ്ച നമ്മൾ കണ്ടതാണ്. അങ്ങനെ എല്ലാ തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിലും ഒരു ബോംബ്, ഉള്ളിലുള്ള ദേഷ്യം എല്ലാം കൂടി മൂർച്ഛിച്ച് തെരഞ്ഞെടുപ്പിന്റെ ആ ദിവസം പൊട്ടി പുറത്തേക്ക് വരുന്നതാണോ എന്ന് അറിയില്ല. അവർക്ക് മാത്രമാണ് ഈ സൂക്കേടുള്ളത്. ഇലക്ഷൻ ഡേയിൽ ബോംബ് പൊട്ടിക്കുന്ന ഒരു അസുഖം. വേങ്ങര ഇലക്ഷനിൽ മാത്രമാണ് അവർ ഉമ്മൻചാണ്ടിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചത്. പക്ഷെ അത് ഞങ്ങൾക്ക് ഏശിയില്ല. കയ്യെന്ന് പൊട്ടിയ പോലെ അവരെന്നെ തകർന്നു പോയി. ഇതിലിപ്പുണ്ടായിട്ടുള്ളൊരു കാര്യം നിഷേധിക്കുന്ന ഒരു സാഹചര്യം വന്നു. ഇത് ഗൂഢാലോചന ഉണ്ടാക്കുന്ന ആരോപിക്കുന്നുണ്ട് CPM. അപ്പം അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥയെക്കുറിച്ച് വേറെ ആരും ഗൂഢാലോചന നടത്താനുണ്ട്. അത് പറയുമ്പോൾ ആളുകൾ വിശ്വസിക്കുന്ന കാര്യമൊക്കെ പറയണ്ടേ. അല്ല, അതൊക്കെ വേറെ കാര്യം. അതൊക്കെ ഇനിയിപ്പോൾ വരാൻ പോണ കാര്യങ്ങളെ നമ്മളിപ്പോൾ അങ്ങനെ പ്രഡിക്റ്റ് ചെയ്യണ്ട. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഒരുപാട് ആളുകൾ അമർഷം കടിച്ചമർത്തി ഇടതുപക്ഷത്തുണ്ട്. അതിന്റെ ഒരു ബഹിസ്ഫുരണമാണ് തെരഞ്ഞെടുപ്പ് നാളിൽ വന്നുകൊണ്ടിരിക്കുന്ന ബോംബുകൾ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റൂല. അല്ലെങ്കിൽ ഇടക്കിടക്ക് ഇങ്ങനെ പൊട്ടുവോ? അല്ല, ആര് പോയാലും സ്വീകരിക്കുന്ന പതിവ് അപ്പുറത്താണ്. അതിന്റെ ഉദാഹരണമല്ലോ പാലക്കാട് ശരി. അതിനെ കുറിച്ചാണ് ഇപ്പൊ EP പറഞ്ഞു എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ ആര് വന്നാലും എടുക്കുന്ന ഒരു രീതിയില്ല. എടുക്കാവുന്ന ആളുകൾ എടുക്കും. മന്ത്രി രാജീവ് പറഞ്ഞത് ചെയർമാനായ സമയത്താണ് ഈ വഖഫ് ഭൂമി എന്താണ് അങ്ങനെ തന്നെയാണോ നടന്നിരിക്കുന്നത്? മുനമ്പത്തെ വഖഫ് പ്രശ്നത്തിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. അത് ഞങ്ങൾ വെല്ലുവിളിക്കാൻ തയ്യാറാണ്. അത് വേറെ ആരും ഉണ്ടാക്കിയതല്ല. അത് 2008-2009 കാലത്ത് VS ഗവൺമെന്റിന്റെ ഒരു ക്യാബിനറ്റ് തീരുമാനം കൊണ്ടുണ്ടായതാണ്. നിസാർ കമ്മീഷനെ വെച്ചത് അവരാണ്. മുനമ്പത്തെ വഖഫ് പ്രശ്നത്തിന് ഏക കാരണം നിസാർ കമ്മീഷൻ റിപ്പോർട്ടാണ്. ആ നിസാർ കമ്മീഷൻ റിപ്പോർട്ട് മറികടക്കുക എന്നുള്ളതാണ് ഇപ്പോഴും നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് ആ മുനമ്പത്തെ വഖഫ് പ്രശ്നത്തിന്റെ അതിന്റെ ഒരു കുത്തക അവകാശം അത് LDFന് മാത്രമുള്ളതാണ്. ബാക്കി നടപടികൾ നോട്ടീസ് കൊടുത്ത് അങ്ങോട്ട് കൊടുത്തു ഇങ്ങോട്ട് കൊടുത്തു, അസംബ്ലിയിൽ പറഞ്ഞു എന്നൊക്കെ പറയുന്നതൊക്കെ അതിന് ശേഷം വന്ന കാര്യങ്ങളാണ്. ഞങ്ങളൊക്കെ ഈ രാജ്യത്ത് വഖഫ് മന്ത്രിമാരായിരുന്നല്ലോ. അന്നെന്താ മുനമ്പം പ്രശ്നം ആരെങ്കിലും കേട്ടിരുന്നോ?
അങ്ങനെ ഒരു വിഷയം തന്നെ ഉണ്ടായിട്ടില്ലല്ലോ. ഞാൻ ഒന്നിലേറെ പ്രാവശ്യം വഖഫ് മിനിസ്റ്റർ ആയ ആളാണ്. ആ സമയത്ത് മുനമ്പത്ത് ഭൂമി പ്രശ്നം ആരെങ്കിലും കേട്ടിരുന്നു? ഞങ്ങളാരും അതിന് തൊട്ടിട്ടില്ല. പക്ഷേ അച്യുതാനന്ദൻ ഗവൺമെന്റാണ് ഉണ്ടാക്കിയത്, നിസാർ കമ്മീഷനെ വെച്ചത് അവരാണ്. നിസാർ കമ്മീഷൻ റിപ്പോർട്ട് എങ്ങനെ മറികടക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറാണെന്ന് പറയുന്നത് നിസാർ കമ്മീഷൻ റിപ്പോർട്ടിനെ മറികടക്കാനാണ്.